ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. ജില്ലയിലെ ജലസ്രോതസ്സുകൾ പുനരുജ്ജീവിപ്പിക്കാൻ ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച സുജലം പദ്ധതി മാതൃകാപരമായി മുന്നേറുന്നു. ഗ്രാമീണ മേഖലയിലെ കുളങ്ങൾ കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഉതകും വിധം നവീകരിക്കുന്ന പദ്ധതി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടപ്പാക്കി കഴിഞ്ഞു. 15 മുതൽ 20 വരെ കുളങ്ങളാണ് ഓരോ വർഷവും നവീകരിക്കുന്നത്. ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ എന്നിവരുടെ അഭിപ്രായങ്ങൾക്കൊപ്പം ഓരോ പഞ്ചായത്ത് വാർഡിലെയും അംഗങ്ങളുടെയും ശുപാർശയോടെയാണ് ശുചീകരണത്തിനായി കുളങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്ന ജലസ്രോതസ്സുകളാണ് പദ്ധതിയിലൂടെ ഈ വിധത്തിൽ വീണ്ടെടുത്തത്. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒരുമാളൂർ, ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിലെ തുമ്പിളിശ്ശേരി, പെരുന്നാട് പഞ്ചായത്തിലെ ചെറുമൂട് കടമ്പാട്, കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ പേരൂർ പുതുശ്ശേരിക്കുളം, കുമ്മിൾ ക്ഷേത്രക്കുളം തുടങ്ങി 200ഓളം കുളങ്ങൾ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഈ വിധത്തിൽ പുനരുജ്ജീവിപ്പിച്ചു. ഏകദേശം 40 കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. ചട്ടമ്പിസ്വാമികളുടെ 101ാമത് മഹാസമാധി വാർഷികം സമാധി സ്ഥലമായ ചവറ പന്മന ആശ്രമത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. മഹാസമാധി സമ്മേളനം മഹാമണ്ഡലേശ്വർ ശ്രീമദ് ആനന്ദവനം ഭാരതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിച്ചു. മഹാസമാധി ദിവ്യജ്യോതിരായനത്തിൽ നിരവധി പേർ അണിചേർന്നു. സമാധി മുഹൂർത്തത്തിൽ സമാധിപീഠത്തിൽ ജ്യോതി സമർപ്പണം, ശ്വേതപുഷ്പാഭിഷേകം എന്നിവയും നടന്നു. നെറ്റിപ്പട്ടം കെട്ടിയ KSRTC ബസ് ഇക്കുറിയും കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്ര ഉത്സവ ഘോഷയാത്രയുടെ ഭാഗമായി. നെറ്റിപ്പട്ടവും മുത്തുക്കുടകളും വാഴയുമൊക്കെ വെച്ച് അലങ്കരിച്ച ആനവണ്ടി വർഷങ്ങളായി ഘോഷയാത്രയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ്. വലിയ ആഘോഷത്തോടെയാണ് അലങ്കരിച്ച KSRTC ബസ് ഉത്സവ ഘോഷയാത്രയ്ക്കായി കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്നും പുറപ്പെടുന്നത്. ആനകളും കെട്ടുകാഴ്ചകളും വാദ്യമേളങ്ങളും ഒക്കെ ഘോഷയാത്രയിൽ ഉണ്ടാവുമെങ്കിലും ആനവണ്ടിയാണ് താരം. പ്രകൃതിയോടിണങ്ങിയ ജീവിതം ശീലമാക്കി ആരോഗ്യഗ്രാമമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഇത്തിക്കര. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സഹകരണത്തോടെ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ് ഗ്രാമം വിജയകരമായി നടപ്പാക്കുന്ന മാതൃകയാണ് ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റേത്. ഔഷധ സസ്യ പരിപാലനത്തിൽ തുടങ്ങി ചികിത്സ വരെ ഇവിടെ പ്രാവർത്തികമാകുന്നു. സംസ്ഥാനത്ത് ആയുഷ് ഗ്രാമം പദ്ധതിക്ക് 16 കേന്ദ്രങ്ങളുള്ളതിൽ ഇത്തിക്കര ബ്ലോക്കാണ് ജില്ലയിലെ കേന്ദ്രം. ആരോഗ്യസമ്പന്നമായ ജീവിതം നയിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. രോഗനിർണയം, രോഗപ്രതിരോധം, ആയുർവേദാധിഷ്ഠിത ജീവിത രീതി പ്രോത്സാഹിപ്പിക്കൽ, ആരോഗ്യകരമായ ജീവിതശൈലികളും ആഹാരശീലങ്ങളും വളർത്തൽ, ഔഷധ സസ്യ പരിപാലനം, പ്രതിരോധ ചികിത്സാ രീതികളെക്കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കൽ തുടങ്ങിയവയാണ് നടപ്പിലാക്കുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പ്രത്യേക OPയും പ്രവർത്തിക്കുന്നുണ്ട്. പനിനീർപ്പൂവിനെ വരവേൽക്കാം എന്ന പേരിൽ നവജാത ശിശുക്കളുടെ പ്രാഥമിക പരിചരണവും ആരോഗ്യ സുരക്ഷയും ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് തുടക്കമിട്ടു. അന്യം നിന്നുപോയ നാട്ടറിവുകൾ പ്രയോജനപ്പെടുത്താനും കുടുംബാംഗങ്ങളുടെ കരുതലും പിന്തുണയും അമ്മയാകുന്ന സ്ത്രീക്ക് ലഭ്യമാക്കുന്നതിനുമാണ് പദ്ധതി. തിരഞ്ഞെടുത്ത വനിതകൾക്ക് 1 മാസത്തെ പരിശീലനം നൽകി ധാത്രി ബ്രിഗേഡ്സ് രൂപീകരിച്ച് സേവനം ലഭ്യമാക്കി വരുന്നു. സുരക്ഷിതമായ ഗർഭകാലം, അമ്മയുടെയും കുഞ്ഞിന്റെയും ശാരീരിക മാനസികാരോഗ്യം എന്നിവ കുടുംബാംഗങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന സന്ദേശം എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ബ്ലോക്ക് പരിധിയിലെ ഡോക്ടർമാരുടെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും സഹായത്തോടെ കൈപ്പുസ്തകവും തയ്യാറാക്കി വിതരണം ചെയ്തു വരുന്നു. പോഷൻ പക്വാഡ 2025 ജില്ലാതല സമാപന സമ്മേളനം ഇത്തിക്കര ബ്ലോക്കിൽ നടന്നു. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ഏപ്രിൽ 8 മുതൽ 22 വരെ നടന്ന ക്യാമ്പയിനിൽ അംഗൻവാടി, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ ബോധവത്കരണ ക്ലാസുകളും ക്യാമ്പുകളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിച്ചിരുന്നു. ചെറുധാന്യങ്ങൾ, പോഷണ നിലവാരമുള്ള ഭക്ഷണശൈലി തുടങ്ങിയവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ക്യാമ്പയിനിലൂടെ സാധിച്ചു. ക്യാമ്പയിൻ സമാപനത്തോടനുബന്ധിച്ച് പോഷകാഹാര പ്രദർശനം, പോസ്റ്റർ ക്യാമ്പയിൻ, മെഡിക്കൽ ക്യാമ്പ്, ബോധവത്കരണ ക്ലാസ് തുടങ്ങിയവയും നടത്തി. ചാത്തന്നൂർ ശ്രീ ഭൂതനാഥ ക്ഷേത്രം മുതൽ ഇത്തിക്കര ബ്ലോക്ക് വരെ റാലിയും സംഘടിപ്പിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.